നമസ്കാരം. ആലഞ്ചേരി പിതാവ് തലപ്പത്ത് നിന്ന് ഇറങ്ങിയെങ്കിലും സിറോ മലബാർ സഭയിൽ തൻ്റെ സ്വാധീനത്തിന് ഇടിവൊന്നും വന്നിട്ടില്ലെന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ കുർബാന തർക്കത്തിൽ തെളിയുന്നത്. ആലഞ്ചേരിയെ മാറ്റാൻ വത്തിക്കാൻ തയ്യാറായെങ്കിലും വിമത വിഭാഗത്തിന് വഴങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ്യ കുർബാനയ്ക്ക് സമ്പൂർണ്ണ മുടക്ക് മാർപ്പാപ്പ ഏർപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അസാധുവായ കുർബാന അർപ്പിക്കുന്നവരും പങ്കെടുക്കുന്നവരും സഭയിൽ നിന്ന് പുറത്താകും. 400 വൈദികർക്കെതിരെ നടപടി വേണമെന്ന് പെന്തിഫിക്കൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് നൽകി. കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള തർക്കത്തിൽ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് വത്തിക്കാൻ കാര്യാലയങ്ങൾ പെന്തിഫിക്കൽ ഡെലിഗേറ്റിനോട് വ്യക്തമാക്കിയത്. മാർപ്പാപ്പയുടെ നിലപാട് മാറ്റമില്ലാത്തതാണെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വിമത വിഭാഗത്തെ അറിയിച്ചു. സമ്പൂർണ്ണ ജനാഭിമുഖ കുർബാന രീതിക്ക് മുടക്ക് ഏർപ്പെടുത്തുന്ന കടുത്ത നടപടിയിലേക്ക് മാർപ്പാപ്പ കടക്കുകയാണ്. ഇതോടെ ഈ രീതിയിലുള്ള കുർബാന കത്തോലിക്ക സഭയ്ക്ക് എതിരായ കുർബാനയായി മാറും. അർപ്പിക്കുന്ന വൈദികനും പങ്കെടുക്കുന്ന ആളുകളും കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് പുറത്തായവരായി പ്രഖ്യാപിക്കും. ഇത്തരത്തിൽ 400 വൈദികരെ പുറത്താക്കണമെന്നാണ് പെന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ റിപ്പോർട്ട്. നടപടി പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകും. നടപടികൾ പ്രഖ്യാപിച്ച് അത് നടപ്പിൽ വരുത്താൻ അഡ്മിനിസ്ട്രേറ്ററെ ചുമതലപ്പെടുത്തിയതിനു ശേഷം നാളെ പുലർച്ചെ 5:30 വിമാനത്തിൽ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൊച്ചിയിൽ നിന്ന് മടങ്ങും. വത്തിക്കാനെ ധിക്കരിച്ച് പ്രശ്നം സങ്കീർണമാക്കരുതെന്ന് ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്നു. മാർപ്പാപ്പയെ അനുസരിക്കാതെ പുറത്തായാൽ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് പലരും ആശങ്കപ്പെട്ടു. കടുത്ത സമ്മർദ്ദത്തിലാണ് വിമത വൈദിക നേതൃത്വം. മാധ്യമങ്ങളെ കാണാനോ ഗ്രൂപ്പ് യോഗം ചേരാനോ ഇല്ലെന്ന് വിമത നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വാർത്താക്കുറിപ്പിലൂടെ നിലപാട് മാറ്റം പ്രഖ്യാപിച്ച് വത്തിക്കാന് കീഴടങ്ങാനാണ് സാധ്യത. എന്നാൽ വത്തിക്കാനാകട്ടെ ആരെയും ഇനി നിർബന്ധിക്കേണ്ടെന്ന നിലപാടിലാണ്. പുറത്തു പോകുന്നവരിൽ നിന്ന് പള്ളികളടക്കം ഒന്നും പിടിച്ചെടുക്കേണ്ടെന്നാണ് വത്തിക്കാൻ നിർദ്ദേശം. കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്കായി എറണാകുളം അങ്കമാലി അതിരൂപത നിലനിർത്തും. സ്വതന്ത്ര ചുമതലയുള്ള മെത്രാപ്പോലീത്ത ഉടൻ അതിരൂപതയിൽ ചുമതലയെടുക്കും. സിറോ മലബാർ സഭയുടെ പുതിയ തലവനായി പുതിയ മേജർ അതിരൂപത പ്രഖ്യാപിക്കുന്നതോടെ എറണാകുളം അങ്കമാലി സ്വതന്ത്ര അതിരൂപതയാകും. ഡിസംബർ 25 കത്തോലിക്ക സഭ വിട്ടുപോകേണ്ടി വരുന്നവർക്ക് ജനാഭിമുഖ കുർബാന അർപ്പണ രീതി ഉപേക്ഷിച്ച് എപ്പോൾ വേണമെങ്കിലും പുതിയ ആർച്ച് ബിഷപ്പിന്റെ അനുവാദത്തോടെ തിരികെ അതിരൂപതയിൽ ചേരാം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിട്ടുപോകുന്നവർ തിരികെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് വരുമെന്നാണ് വത്തിക്കാന്റെ കണക്കുകൂട്ടൽ.